Thank you, sir. Please be seated. Thank you all. Please be seated. Good evening, everyone. Respected chief guest, distinguished guest, principal, parents, teachers, and my dear friends, we warmly welcome you all to the much awaited celebration of our school's annual day function, Excellencia 2K26. ഗാത്മതിയുടെ പദചലനങ്ങളിൽ ചിലമ്പൊലി തീർത്തുകൊണ്ട് മിഴിവാർന്ന കാഴ്ചകളും മനം കവരുന്ന താളങ്ങളും നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ രാവിനെ വർണ്ണസുരഭിലമാക്കാൻ ഞങ്ങൾ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. മലബാറിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനം അടയാളപ്പെടുത്തിയ നമ്മുടെ KT പബ്ലിക് സ്കൂളിന്റെ 30ാമത് വാർഷികാഘോഷത്തിന് അരങ്ങുണരുമ്പോൾ അക്ഷരപ്പൂക്കൾ വിരിയിച്ച അറിവിന്റെ തിരുമുറ്റത്ത് വിരുന്നെത്തിയ എല്ലാവർക്കും ഈ സുന്ദര സന്ധ്യയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദീർഘവീക്ഷണവും തളരാത്ത ഇച്ഛാശക്തിയുമായി പരിമിതമായ സൗകര്യങ്ങളിൽ തുടങ്ങി പരിധികളില്ലാത്ത സ്വപ്നത്തിലൂടെ മനോഹരമായ ഇന്നത്തെ ക്യാമ്പസാക്കി മാറ്റിയ പൂർവികരായ സ്ഥാപക നേതാക്കളെയെല്ലാം ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഞങ്ങൾ സ്മരിക്കുകയാണ്. പാരമ്പര്യത്തിന്റെ നന്മകൾ കൈവിടാതെ മാറുന്ന ലോകത്തിന്റെ വേഗതയ്ക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് കുറ്റ്യാടിയുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഒരു വഴി വിളക്കാകേണ്ട ഈ സ്ഥാപനം അതിന്റെ ജൈത്രയാത്ര തുറന്നുകൊണ്ടേയിരിക്കും. വരൂ പ്രിയപ്പെട്ടവരെ, ഈ വിസ്മയ പ്രപഞ്ചത്തിലേക്ക് നമുക്കൊന്നിച്ച് ഈ ആഘോഷരാവിനെ അവിസ്മരണീയമാക്കാം. Yes, tonight is not just a night. It's a celebration of talent, hard work, creativity, and the spirit of togetherness that makes our school so special. We are thrilled to have you all with us as we begin this magical evening of joy and celebration. Before we begin the formal proceedings, let's invoke the blessings of the Almighty. I invite the school choir to lead us in the prayer. Kindly rise and join us in this moment of reflection. Kindly please rise and join us in the moment of reflection.
Thank you. Please be seated. With that beautiful beginning, we now invite Shri Riyan Sir, the Honorable General Secretary of KET Public School, to deliver the welcome address. Sir, please. ബഹുമാന്യ KET ചെയർമാൻ ഡോക്ടർ കെ മൂസ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി പ്രമുഖ വാഗ്മിയും പ്രശസ്തനായ മോട്ടിവേഷൻ സ്പീക്കറുമായ PMA ഗഫൂർ സാർ, KETയുടെ വൈസ് ചെയർമാൻ CMAX അബ്ദുള്ള ഹമീദ് ക ഉൾപ്പെടെയുള്ള KETയുടെ മാനേജ്മെൻറ്റ് ട്രസ്റ്റ് അംഗങ്ങളെ, KETയുടെ നല്ലവരായ ട്രസ്റ്റ് മെമ്പർമാരെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറെ അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടെയുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏറെ ക്ഷീണിച്ച അവസ്ഥയിൽ നിന്നും ഈ രക്ഷിതാക്കൾ, എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണത്തോടു കൂടെ നമ്മൾ ഇന്നൊരു പുതിയ KET വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ ചാരിതാർത്ഥ്യമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് കുറ്റ്യാടിയിലെ ഏറെ വിദ്യാഭ്യാസ തൽപരരായ വിദ്യാഭ്യാസ പ്രവർത്തകർ പടുത്തുയർത്തിയ കുറ്റ്യാടി എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ ഒരു നിശ്ചലാവസ്ഥയിൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ നമുക്കൊരു പുനർജന്മം വേണമെന്ന് വീണ്ടും ട്രസ്റ്റ് കൂടിയിരുന്ന് ആലോചിക്കുകയും അത്തരമൊരു പുനർജന്മത്തിന് വേദിയാകുകയുമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് നമുക്ക് സാധിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CBSE മേഖല പൊതുവിലും ഹൈസ്കൂൾ സെക്ഷൻ പ്രത്യേകിച്ചും പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നമുക്ക് ഹൈസ്കൂൾ സെക്ഷനിൽ നിന്നും കൊഴിഞ്ഞുപോയി പൊതു സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് സ്റ്റേറ്റ് സിലബസിലേക്ക് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾ അതിൻ്റെ ഗുണദോഷങ്ങൾ പഠിക്കുകയും അതിലൊരു തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു എന്നത് ഏറെ സന്തോഷകരമായ ഒരവസ്ഥയാണ്. എന്നിരുന്നാലും കുട്ടികളിൽ നിന്നൊക്കെ ഒരു പ്രഷർ രക്ഷിതാക്കൾ അനുഭവിക്കുന്നുണ്ട്. പൊതു സ്കൂളുകളാണ് നല്ലതെന്നും +1 +2 10ത്തിനൊക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കാതെ മാർക്ക് കിട്ടുമെന്നുമുള്ള ഒരു ട്രെൻഡ് സെറ്റിങ് കുട്ടികളിലിടയിൽ വരികയും മാത്രമല്ല CBSE സ്കൂളുകളിലെ പോലെയുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു കോളേജ് ലൈഫിൽ അനുഭവിക്കുന്ന സൗകര്യങ്ങളും ഫ്രീഡവും കുട്ടികൾക്ക് ഹൈസ്കൂളിൽ നിന്നും കിട്ടുന്നു എന്നുള്ളൊരു തിരിച്ചറിവും കൊണ്ട് തന്നെ കുട്ടികൾ രക്ഷിതാക്കളെ സ്റ്റേറ്റ് സിലബസിലേക്ക് പുഷ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ കരകയറി KET ഇന്ന് ഏതാണ്ട് 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു മേഖലയിൽ തന്നെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ KETയുടെ അക്കാദമിക് രംഗത്തും സ്പോർട്സിലും മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒക്കെയുമായി ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് സഹോദയ മത്സരങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ നേടുകയുണ്ടായി. ഇതിനൊക്കെ പിന്നിൽ നമ്മൾ നല്ലവരായ KETയോടൊപ്പം ചേർന്ന് KETയെ തിരുത്തേണ്ട സമയത്ത് തിരുത്തിയും സഹായിക്കേണ്ട സമയത്ത് സഹായിച്ചും ഒപ്പം നിൽക്കുന്ന നമ്മുടെ രക്ഷിതാക്കളാണ് ഈ അവസരത്തിൽ ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യം നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്ന ഈ സദസ്സിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഏറെ സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മളോട് നോ പറയാതെ വളരെ പെട്ടെന്ന് തന്നെ യെസ് പറഞ്ഞു. ഒരുപാട് തിരക്കുകൾക്കിടയിലും പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല, അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന സമയത്തും
നമ്മുടെ ഒറ്റ കോളിൽ തന്നെ വരാമെന്ന് സന്നദ്ധമായ നമ്മുടെ പ്രമുഖനായ ഗസ്റ്റിനെ ഞാൻ PMA ഗഫൂർ സാറിനെ ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഏറെയൊന്നും ഞാൻ പറയേണ്ടതില്ല. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പാരൻസ് അദ്ദേഹത്തെ കേൾക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസുമാണ് എന്ന് തീർച്ചയായും എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കുറച്ച് സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ ഇടവരട്ടെ എന്ന് മാത്രം ഞാൻ ഓർക്കുകയാണ്. KTയുടെ ചെയർമാൻ ഡോക്ടർ K മൂസ ആണ് ഈ സദസ്സിന് അധ്യക്ഷം വഹിക്കുന്നത്. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് ഡോക്ടർ K മൂസയും ഞാൻ ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കുറ്റ്യാടി പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് മാസ്റ്റർ KTയുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. KTയുടെ വൈസ് ചെയർമാൻമാരായ CMX അബ്ദുല്ലക്ക, ഹമീദ് VP ഇവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. KTയുടെ ട്രഷറർ മുഹമ്മദ് മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ കാണുന്ന സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നയിച്ച് ഒട്ടേറെ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സഹായിച്ച് നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൾ ഇവിടെയുണ്ട്, സുജാത മാഡം. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. KTയുടെ സെക്രട്ടറി ജമാൽ സാഹിബ് ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. KTയുടെ മാനേജർ ഹമീദ് ക ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അപ്പം KTയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ ഷാജഹാൻ, മുഹമ്മദ് ഫാറൂഖ്, മുഹമ്മദ് അലി വാഴയിൽ ഉൾപ്പെടെ ഒട്ടേറെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ഉണ്ട്. അവരെയും ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം KTയുടെ പഴയകാല മാനേജറായ PB കുഞ്ഞബ്ദുള്ളക്കെയും ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ KTയുടെ ഏറ്റവും വലിയ ശക്തിയായ നമ്മുടെ രക്ഷിതാക്കൾ ഇവിടെ നമ്മുടെ കുട്ടികളുടെ പരിപാടി കാണാനും ഗഫൂർ സാഹിബിനെ കേൾക്കാനും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ രക്ഷിതാക്കളെയും ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഏറെ പണിപ്പെട്ട് മാസങ്ങളായിട്ടുള്ള ട്രെയിനിങ് സെക്ഷനൊക്കെ നടത്തി നമ്മുടെ പരിപാടികൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളെയും അവരണിയിച്ചൊരുക്കിയ സ്റ്റാഫിനെയും ഞാൻ ഈ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കാൻ ഡോക്ടർ K മൂസയെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. Thank you so much, sir, for those inspiring words. Now it's time to hear from Dr. K Musa, sir, Chairman of KT. Sir, we request you to deliver the presidential address. Sir, please. പ്രിയപ്പെട്ട എല്ലാവരെയും, നമ്മുടെ ചീഫ് ഗസ്റ്റ് മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ സ്നേഹവും നിങ്ങൾക്ക് നൽകുകയും നിങ്ങളുടെ സ്നേഹം എനിക്ക് തരുവാൻ വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു പ്രധാന വ്യക്തിയെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ ഉള്ളത്. ശരിക്കും പഠിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് പ്രകാരം ഒരാൾ ഒരു മനുഷ്യനായി വളരുന്നത് 8 മുതൽ 15 വയസ്സ് വരെയാണുള്ളത്. 8 മുതൽ 15 വയസ്സ് വരെയുള്ള ആ പ്രായമാണ് നമ്മൾ എല്ലാ കുട്ടികളെയും നോക്കി അവരൊരു പൗരനാക്കി, അല്ലെങ്കിൽ ഒരു പുരുഷനായി, അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട് വളർത്തിയെടുക്കേണ്ടത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവ വൈകല്യങ്ങൾ നമ്മളിപ്പം കാണുന്നവർ 20ഉം 22 വയസ്സുള്ളവരൊക്കെ ആയിരിക്കും സ്വഭാവ വൈകല്യങ്ങളെ കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ സ്വഭാവ വൈകല്യം വളരുന്നത് 8 മുതൽ 15 വയസ്സ് വരെയാണ്. ആ സമയത്താണ് ആ ഒരു വ്യത്യാസം വരിക. അപ്പം നമ്മൾ ആ സമയത്ത് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇമോഷൻസ്, അതായത് നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് ഇമോഷൻസ് നന്നായി കൊണ്ടുവന്നാൽ നമുക്കൊരു നല്ല കുട്ടിയായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും ഒരു നല്ല കുട്ടിയായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ അവരിൽ ഇമോഷൻ വളർത്തിയെടുത്തിട്ട് ഒരു 15 വയസ്സ് കഴിയുമ്പോഴേക്ക് ഒരു ഇമോഷനൊക്കെ നല്ല ഇതായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കാൻ നമ്മൾക്ക് പറ്റണം. ഇത്തരം സ്കൂളുകളുടെ പ്രവർത്തനം ഇതും കൂടി ഉദ്ദേശിച്ചാണ് നമ്മളിങ്ങനെ ഒരു സ്കൂൾ തന്നെ തുടങ്ങിയത്. കാരണം സമൂഹത്തിനും കൂടി ഉദ്ദേശിച്ച് സമൂഹം നന്നാകണമെങ്കിൽ ചെറിയ മക്കൾ, അതായത് 8 മുതൽ 15 വയസ്സുള്ള കുട്ടികൾക്ക് നല്ലൊരു ഇമോഷൻ വന്ന് വളരണം. അങ്ങനെ വളരണമെങ്കിൽ നല്ലൊരു സ്കൂള് അവരെ നോക്കുന്ന, അവർ രക്ഷിതാക്കളുമായിട്ട് നല്ല ബന്ധമുള്ള, കുട്ടികളുമായിട്ട് നല്ല ബന്ധമുള്ള അങ്ങനത്തെ ഒരു സ്കൂൾ വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിനും വളരെ നല്ലൊരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, sir, for your motivating words. Now it's a moment of pride as we reflect on our achievements and milestones of the past year. I invite our principal, KRM Sujata ma'am, to present the annual report and share the highlights of our journey. Ma'am, please. A very good evening to one and all, respected chief guest, the delegates on and off the dais. Here I am with pride and happiness to present the annual report of this academic year 2025-26. KET has always been different and have always thought that learning is not from the textbooks. Learning comes from the creativity, the leadership, the compassionate. And here we are with a vision to have a holistic development of our students with which the academic excellence can be grown hand in hand with the co-scholastic area. So this year has been full of victory and full of excitement throughout, and our students have fulfilled the vision of KET Public School. The next slide, please. Okay, so here we are with academic excellence, where we have achieved excellent results in Math Olympiad of 2025, and we had achieved 200% in PCM scholarship, where 200+ students have participated, with more than 50 of them are having merit with 80% and 90% above. Along with, as we are proceeding with the IT and the technology has improving, the AI has been included in our technology and as well as in our learning experiences. So we have introduced AI this year for our children through the team of ADAPT. We have got great many projects where the children were involved, and they were involved in the robotics. The school parliamentary election was one of the greatest events where our children has got the leadership quality, and they are being the future of our society. We have also included the celebrations as Onam, Christmas and Eid, so that the cultural bond is born between our students, even though the diversity exists. There are many special days as Yoga Day, Moon Day, which always brought curiosity among children to learn more and experience more.
We had got field trips, as we always understand that learning is not included only in the classroom. It's always outside in the world. So they have always been exposed to the field trips and tours where they have so many learning experiences. The extracurricular activities apart from the academics that we have this year was chess, abacus, table tennis, taekwondo, karate, art and craft, Zumba and instrument where the children have excelled and performed. We had arts for the KG section as Tinkerbell and the Megatron of grade section, through which we had led our team to the Vadagara Sahodya and we have state level champions. Here we are having our state level champions of Vadagara Sahodya, and we have our KG fest as well banked with second grade and third for our Vadagara Sahodya. We are also well ahead in the sports. We have our dedicated molded team for football, badminton, Kho-Kho. We had a lot of achievements. We have been first runner-up. We had been also in all Kerala and all India level runner-ups. And we also have one of the women empowerment cricket holder. She has been selected for the district level, Kozhikode district level chapter. Here we have our dedicated HSG unit, and the most prestigious award from the governor has been achieved this year. That is none other than Raja Puraskar. With most pride, I stand here for the HSG unit, and these are the communal activities, as we understand that we are part of society and we bring our children to help our society to grow. And these are the communal initiatives that we have taken in our school, where we have supplied blood donations and we have our swimming camp which were open for the whole schools, not only for our children. We had academic excellence program as a result, and we also had drawing and color competition. These all programs were open not only for our school, but all the schools around the Kutiyadi area. The KET newsletter is a pilot project, and it has now completed 19 editions so far with the student corner, and we have so good achievements that has been stored as a memory of KET. We had KET radio where children has excelled and they always keep our school live. So looking ahead, we continue the dedication of our students, and all these achievements was never possible without a visionary management, without a supporting staff, a dedicated parents, and my brilliant students. I really thank one and all to be part of this journey, to make KET to achieve these golden achievements, to stay always together. And thank you so much and have a great evening. Thank you. Thank you so much, ma'am, for sharing the highlights of our journey. Change the world, but only when they come from a heart that truly understands human emotions. Today, we are incredibly fortunate to have among us a personality who has mastered the art of touching lives through the sheer magic of storytelling and wisdom. It is my absolute honor to introduce our chief guest for this evening, Mr. PMA Ghafoor, a man of many hats. He is a renowned motivational speaker, a compassionate counselor, a prolific author, and a master storyteller who hails from the cultural capital of Kozhikode. As a prominent visiting faculty across Kerala, his insights have shaped the minds of the younger generation. He is the creative force behind deeply moving literary works such as എത്രയായാലും മനുഷ്യരല്ലേ, കരയൂ, കണ്ണീർ നിന്നെ കഴുകൂ, എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക, അവർ തൊട്ടു നീ തലോടി.
നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ കീഴ്പ്പെടുത്തിയ ഗഫൂർ സാറിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതെ, ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? തോറ്റുകൊടുക്കൽ. ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും. These works are not just books or simple quotes. They are reflection on humanity and the power of love and resilience. His ability to simplify the complexities of life into relatable stories is what makes him a true guiding light for us all. So, your presence today is an inspiration to every student and parent in this audience. Without further ado, I invite Mr. P.M.A. Ghafoor to the podium to enlighten us with his thoughts. Friends, let's give him a standing ovation and a thunderous round of applause. ഓക്കെ. മൊയ്സ് എന്ന പേരിൽ തുർക്കിയിലുള്ള ഒരു സിനിമയുണ്ട്, മൊയ്സ്. കേൾക്കുന്നില്ലേ? അല്ലേ? സിനിമയുടെ പേരെന്താ? മൊയ്സ്. മൊയ്സ് എന്ന് പറഞ്ഞാൽ ദ മിറക്കിൾ, അത്ഭുതം. അപ്പോൾ അത് ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ആളുകളൊന്നും വിദ്യാഭ്യാസം നേടിയിട്ടില്ല, കാരണം അവിടെ സ്കൂളൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു ആളെ ഗവൺമെൻറ് ഒരു അധ്യാപകനായിട്ട് നിയമിച്ചു. അദ്ദേഹം ആ കുന്ന് കയറി കുറേ യാത്ര ചെയ്ത് ആ ഗ്രാമത്തിലെത്തി. അവിടെ അദ്ദേഹത്തിന് പഠിപ്പിക്കണമെങ്കിൽ ആദ്യം സ്കൂൾ ഉണ്ടാക്കണം, കാരണം അവിടെ സ്കൂളില്ല. അപ്പം അദ്ദേഹം ചെയ്യുന്നത് അവിടെയുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയ സ്കൂൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്കൂളൊക്കെ നിർമ്മിച്ചതിന് ശേഷം അവിടെയുള്ള കുട്ടികളെയൊക്കെ അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചാൽ മതി, കാരണം അതല്ലേ ജോലി. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം വേറെ ഒരു കാര്യം കൂടി ചെയ്യാൻ തുടങ്ങി. അതെന്താണെന്നറിയോ? ആ നാട്ടിൽ അസീസ് എന്ന പേരുള്ള ഒരാളുണ്ട്. അവന് വയസ്സ് ഒരു 30-40 ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അവന് മനസ്സ് 3-4 ഒക്കെ വയസ്സേ ഉള്ളൂ. മനസ്സിപ്പോഴും 3-4 വയസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാവം കുട്ടിയാണ് അസീസ്. ഓക്കെ. അപ്പോൾ ഈ അസീസ് എല്ലാ ആളുകൾക്കും ഒരു പരിഹാസ കഥാപാത്രമാണ്. കുട്ടികളൊക്കെ അസീസിൻ്റെ പിന്നാലെ ഓടിയിട്ട് അസീസിനെ കല്ലെറിയും. എല്ലാ ആളുകളും അസീസിനെ ഇങ്ങനെ കളിയാക്കും. അസീസിനെ മനസ്സിലാക്കാൻ അവിടെ ആകെ ഉള്ളത് അസീസിൻ്റെ ഒരു കുതിര മാത്രമാണ്. അസീസിനൊരു കുതിരയുണ്ട്. ആ കുതിരയും കൊണ്ടാണ് നടക്കുക എപ്പോഴും. അസീസിന് സങ്കടം വരുമ്പോൾ കുതിരയുടെ കണ്ണ് നിറയും. അസീസിന് സന്തോഷമാകുമ്പോൾ കുതിരയ്ക്ക് സന്തോഷമാവും. അസീസിനെ മനസ്സിലാക്കാൻ ആ കുതിരയുടെ അത്ര വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ മാഷില്ലേ,
അങ്ങോട്ട് വന്ന മാഷില്ലേ, ആ മാഷ് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് കുട്ടികൾ 4 മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോകും. പിന്നെയുള്ള സമയം മുഴുവനും മാഷ് അസീസിൻ്റെ കൂടെ എടുക്കും. മാഷ് അസീസിനെ സ്കൂളിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് അവനെ ഇങ്ങനെ പഠിപ്പിക്കും. ഒരു സ്പെഷ്യൽ കുട്ടി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. കാരണം ഇന്ന് പഠിപ്പിച്ചത് നാളെ മറന്നു പോകും. അസീസും അങ്ങനെ തന്നെയാണ്. ഇന്ന് പഠിപ്പിച്ചതൊക്കെ നാളെ മറന്നു പോകും. ബൈബിളിലും ഖുർആനിലും ഒരു കഥ പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ്റെ കഥ. യൂസുഫ് എന്നാണ് ഖുർആനിൽ പറയണത്, ബൈബിളിൽ ജോസഫ് എന്നാണ്. ആ ജോസഫിനെ ചേട്ടന്മാർ കൊണ്ടുപോയിട്ട് കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയുടെ ഷർട്ട് കുപ്പായത്തിൽ ഒരാടിനെ അറുത്തിട്ട് അതിൻ്റെ ചോര ആ കുട്ടിയുടെ കുപ്പായത്തിൽ തേച്ചിട്ട് വാപ്പയോട് ചെന്ന് പറഞ്ഞു, നമ്മുടെ കുട്ടിയെ ചെന്നായ പിടിച്ചു. കുട്ടിയെ ചെന്നായ പിടിച്ച് കൊന്നു എന്നാണ് പറയണത്. കുട്ടി പോയി. പക്ഷെ പിന്നെ ബൈബിളിലും ഖുർആനിലും പറയണത് എന്താണെന്നറിയോ? ആ അച്ഛൻ കാത്തിരുന്നു എന്നാണ് പറയണത്. കരഞ്ഞ് കണ്ണിനു താഴെ ഒരു ചാല് കീറി എന്നാണ് ബൈബിൾ പറയണത്. ആ അച്ഛൻ എന്തിനാ കാത്തിരിക്കണേ? കാണാതായ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെയോ മരിച്ചുപോയ കുട്ടിക്ക് വേണ്ടിയിട്ട്. മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ഇനി എന്തിനാണ് കാത്തിരിക്കണേ? പക്ഷേ ആ കാത്തിരിപ്പിനെ കുറിച്ചാണ് അതിമനോഹരമായ കാത്തിരിപ്പ് എന്ന് ഖുർആൻ പറഞ്ഞത്. ബൈബിളും ഏകദേശം അങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞുള്ളത്. ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല. ആ മകൻ തിരിച്ചു വന്നു. കൊല്ലാൻ വേണ്ടി കിണറ്റിലേക്ക് എറിഞ്ഞവൻ ഈജിപ്തിലെ ധനകാര്യമന്ത്രിയായി മാറി. പക്ഷേ ആ അച്ഛൻ്റെ കാത്തിരിപ്പില്ലേ, ആ കാത്തിരിപ്പാണ് ഒരു സ്പെഷ്യൽ കുഞ്ഞിനെ കിട്ടുന്ന ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും കാത്തിരിപ്പ്. അതൊരു വല്ലാത്ത കാത്തിരിപ്പായിരുന്നു. എനിക്കറിയാം ഒരമ്മയെ, എല്ലാ ദിവസവും രാവിലെ അവളുടെ ഒരു സ്പെഷ്യൽ കുഞ്ഞുണ്ട്, ഒരു ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുണ്ട്. രാവിലെ ഉണർന്ന ഉടനെ അമ്മ എന്താ ചെയ്യാന്നറിയോ? ഈ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറിയോ എന്ന് നോക്കും. അസുഖം മാറുമോ? ഓട്ടിസം മാറിയ ഒരു ട്രാക്ക് ലോകത്ത് എവിടെയുമില്ല. അത് നമുക്കറിയാം, ആ അമ്മയ്ക്കും അറിയാം. പക്ഷെ എന്നാലും ഒരു പനിയൊക്കെ പോലെ ഒരു അസുഖം മാത്രമേ എൻ്റെ കുഞ്ഞിനുള്ളൂ എന്നുള്ളതുപോലെ ആ അമ്മ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറിയോ എന്നിങ്ങനെ നോക്കും. അസുഖം മാറിയിട്ടില്ല. പിന്നെ ഉമ്മകളാണ്, തുരുതുരാ ഉമ്മകളാണ്. ആ കുഞ്ഞിൻ്റെ നെറ്റിയിലും കവിളിലും കഴുത്തിലും ഉമ്മകളാണ് അമ്മയുടെ. ഇതേപോലൊരു കുഞ്ഞാണ് നേരത്തെ പറഞ്ഞ അസീസ്. അപ്പം ആ അസീസിനെ ഇയാളിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അസീസിനെ ഓരോന്നിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ABC അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. വീടിൻ്റെ ചിത്രം വരച്ചു കൊടുക്കാൻ തുടങ്ങി. അച്ഛൻ്റെയും അമ്മയുടെയും പേര് എഴുതാൻ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അസീസിന് അതൊന്നും കഴിയില്ല. എന്നാലും ഇയാളിങ്ങനെ ശ്രമിച്ചു. അസീസ് മാറാൻ തുടങ്ങി. ഒരു സ്നേഹം വന്ന് പൊതിഞ്ഞപ്പോൾ അസീസ് ഇങ്ങനെ മാറാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി അസീസിൻ്റെ വാപ്പയും ആ വാപ്പയുടെ ചങ്ങാതിയും ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാ. ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്കൂളിൽ മാഷും അസീസും ഇരിക്കുന്നുണ്ട്. മാഷ് അസീസിനെ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മാഷ ഇങ്ങനെ ചൂണ്ടിയിട്ട് അസീസിൻ്റെ വാപ്പ പറയണൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആ മാഷ്
ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ആ സിനിമയിലെ ഏറ്റവും മനോഹരമായ വാക്കാണ്. ആ മനുഷ്യൻ ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യൻ ഹൃദയം കൊണ്ടാണ് കാണുക. അതാണ്. ഒരു സ്കൂളിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് ഒരു രക്ഷിതാവ് പറയാ കേട്ടോ, ഒരു സ്കൂളിലേക്ക് ചൂണ്ടിയിട്ട് ഒരു രക്ഷിതാവ് പറയാണ്, അവിടെയുള്ള മാഷന്മാരില്ലേ, ഹൃദയത്തിൽ കണ്ണുള്ള മാഷന്മാരാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഒരു കാറിൻ്റെ ഫാക്ടറി തുടങ്ങണം എന്നുള്ളത്, കാർ ഫാക്ടറി. അപ്പം അന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്നുണ്ട്. ഗാന്ധിജിയോട് ചെന്നിട്ട് പറഞ്ഞു, ബാപ്പുജി എനിക്കൊരാഗ്രഹമുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു കാറിൻ്റെ ഫാക്ടറി തുടങ്ങണം എന്ന്. ഗാന്ധിജി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് വേണ്ട, നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകളും കാൽനടയാത്രക്കാരാ, ഒരു കാറൊന്നും ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. വേണമെങ്കിൽ സൈക്കിളിൻ്റെ ഒരു ഫാക്ടറി തുടങ്ങിയാൽ നാട്ടുകാർക്ക് ഉപകാരമാകും. നെഹ്റു തുടങ്ങിയില്ല, നെഹ്റുവിൻ്റെ പേരക്കുട്ടിയാണ് തുടങ്ങിയത്. നമ്മളതിന് വിളിക്കുന്ന പേരാണ് മാരുതി. ഹനുമാനാണ് മാരുതി, മരുത്താൻ കൊണ്ടുപോകുന്ന ആളാണ് മാരുതി. അപ്പോൾ അന്ന് ഗാന്ധിജി നെഹ്റുവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നെഹ്റു എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസിയല്ല, മതവിശ്വാസിയല്ല. ദൈവവിശ്വാസമോ മതവിശ്വാസമോ ഇല്ലാത്ത നെഹ്റുവിനോട് ഗാന്ധിജി പറഞ്ഞത് എന്താണെന്നറിയോ? രാജ്യവുമായി ബന്ധപ്പെട്ട എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും രാജ്യവുമായി ബന്ധപ്പെട്ട എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ഒരു ദിവസം നോമ്പ് നോൽക്കണം, വ്രതമനുഷ്ഠിക്കണം. അങ്ങനെ വ്രതമനുഷ്ഠിച്ച് വിശുദ്ധമായ മനസ്സിനോട് ചോദിക്കണം, ഞാൻ എടുക്കുന്ന ഈ തീരുമാനം കൊണ്ട് എൻ്റെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് എന്ത് കിട്ടും? എൻ്റെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് എന്തെങ്കിലും കിട്ടുമോ? കിട്ടുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യണ്ട. എന്തൊരു വാക്കാണത്! 9 മണിക്ക് ഹാജർ പട്ടികയും ചോക്കും എടുത്ത് ക്ലാസ്സിലേക്ക് പോകുന്ന ടീച്ചറോട് ഗാന്ധിജി എന്താ പറയണമെന്നറിയോ? നിങ്ങൾ ആ ക്ലാസ് റൂമിലേക്ക് പോണത് എന്തിനാണെന്നറിയോ? ആ ക്ലാസ്സിലെ പഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ളൊരു കുട്ടിയുണ്ടാവും, പഠിക്കാൻ ഏറ്റവും പിന്നോട്ട് പോയ ഒരു കുട്ടിയുണ്ടാവും. ആ കുട്ടിക്ക് വേണ്ടിയാണ് നിങ്ങൾ പോണത്. അതാണ് പറയുന്നത്. നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല പോണേ. പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൻ്റെ ആവശ്യം പോലും ഇല്ല. പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്കൂളുകളും അധ്യാപക സമൂഹവും. അവർക്കൊന്ന് കൈ കൊടുത്താൽ, ഒരഭിനന്ദനത്തിൻ്റെ വാക്ക് മതിയാവും ഒരു കുട്ടികളുടെ ജീവിതം മാറി മറിയാൻ. ഈ അമ്പലങ്ങളും പള്ളികളൊക്കെ എന്തിനുള്ളതാ? പാപികൾക്കുള്ളതാ, പരിശുദ്ധന്മാരായ ആളുകൾക്കുള്ളതല്ല. അവർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ പരിശുദ്ധരല്ലേ, അവർ പുണ്യവാന്മാരല്ലേ. പുണ്യവാന്മാർക്ക് എന്തിനാണ് പള്ളികളും അമ്പലങ്ങളും? പാപികൾക്ക് കരയാനുള്ള സ്ഥലമാണത്. സ്കൂളുകൾ ആർക്കുള്ളതാണ്? പഠിക്കാൻ പിന്നോട്ട് പോയ ആളുകളുണ്ടാവും, പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോട്ട് പോയ കുട്ടികളുണ്ടാവും. ഒന്ന് കൈ കൊടുത്താൽ, ഒരു ചെറിയ വാക്ക് കൊണ്ടൊന്ന് തലോടിയാൽ അവരുടെ ജീവിതമാകെ മാറി മറിയും. അതാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പടച്ചോൻ ഉണ്ടാക്കി വെച്ചത് എന്താന്ന് നമുക്കറിയില്ല. നമ്മളീ കാണുന്ന മനുഷ്യന്മാർ അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു സംഭവമുണ്ട്. ഇങ്ങനെ വായിക്കുന്നതിനിടയിൽ ആ സംഭവം ഇങ്ങനെ വായിച്ചിട്ട് ആകെ 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 പ്രയാസമായി. കുറച്ചു നേരം ഇങ്ങനെ അടച്ചു വെച്ചു പുസ്തകം, വായിക്കാൻ കഴിയണില്ല. അങ്ങനെ ഒരു സംഭവം. ഒരു പെൺകുട്ടി, സ്വർണ്ണലത എന്നാണ് അവളുടെ പേര്. അവളൊരു ഓർഫനേജിലാണ് വളർന്നത്. അങ്ങനെ ഒരു അനാഥാലയത്തിൽ വളർന്ന് പഠിച്ച് അവൾ ബാംഗ്ലൂരിൽ ഒരു ആശുപത്രിയിൽ നഴ്സായി ജോലി നോക്കുക.
ആ സമയത്ത് അങ്ങോട്ട് ഒരാൾ ചികിത്സയ്ക്ക് വേണ്ടി വന്ന്, പനിയൊക്കെ പിടിച്ച് ഒരാൾ വന്ന് അയാളെ ഈ പെൺകുട്ടി വളരെ സ്നേഹത്തോടെ കരുണയോടെ ശുശ്രൂഷിച്ചു. ആ കാരുണ്യം കണ്ടപ്പോൾ ഇയാൾക്ക് ആ കുട്ടിയോട് സ്നേഹമായി, അത് പ്രണയമായി. അവർ കല്യാണം കഴിച്ചു. പക്ഷേ അവൾ അനാഥാലയത്തിൽ വളർന്ന കാലത്തൊന്നും അവളെ തിരിഞ്ഞു നോക്കാത്ത കുടുംബക്കാരൊക്കെ ഇവൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു. കാരണം ഇവള് വേറെ ഒരു മതക്കാരനായ ഒരാളെയാണ് കല്യാണം കഴിച്ചത്. അത് കേട്ടതോടുകൂടി ഇവരെല്ലാവരും വന്നു, കുറ്റപ്പെടുത്തലായി, പരിഹാസമായി, അവൾക്ക് ജീവിക്കാൻ കഴിയാതായി. മാത്രമല്ല, ഈ കല്യാണം കഴിച്ച ആളില്ലേ, അയാൾ ഒട്ടും ഒരു റെസ്പോൺസിബിളായ ആളല്ല. അയാളെ ഇടയ്ക്ക് കാണാതാവും, കുറേ മാസങ്ങൾ അയാളെ കാണാതാവും. അവൾ ഗർഭിണിയായ സമയത്ത് അയാളെ കാണാതായത് മാസങ്ങളോളമാണ്. പിന്നെ അയാൾ വന്നതേയില്ല. അവൾ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മനസ്സും ശരീരവുമൊക്കെ വല്ലാതെ തളർന്നു പോകും. അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണില്ല. അവൾ ആകെ പ്രയാസത്തിലായി. അപ്പോൾ അവൾ ആലോചിക്കുകയാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യാം, ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അപ്പോൾ അവൾ ആലോചിച്ചത്, ഞാൻ ആത്മഹത്യ ചെയ്താൽ എൻ്റെ കുട്ടിയും എന്നെപ്പോലെ അനാഥാലയത്തിലാകും. അതുകൊണ്ട് അവൾ ഒരു കാര്യം തീരുമാനിച്ചു, കുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്യാവും. അവളത് തീരുമാനിച്ചു. എലിവിഷം പോലെയുള്ള എന്തോ ഒരു വിഷമൊക്കെ വാങ്ങിയിട്ട് അവൾ ആ രാത്രിയിൽ ആർത്ത് കരഞ്ഞ് ആ വിഷവുമായി അവളുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഒരമ്മയ്ക്ക് ഈ ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായ കാര്യമാണ്. വിഷവുമായി അവൾ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. കാലം കുറേ കഴിഞ്ഞു. ആ അമ്മയും മോനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു ദിവസം അമ്മ മോനോട് ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, എടാ ഞാനേ നിന്നെ കൊല്ലാൻ നോക്കിയ അമ്മയാ, എനിക്ക് സഹിക്കാൻ കഴിയാതായപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി, എന്നിട്ട് ഞാൻ മരിക്കാൻ നോക്കി, ഞാൻ വിഷവുമായി നിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകനില്ലേ, മകൻ ഭയങ്കരമായിട്ട് ചിരിച്ചു, ഭയങ്കര ചിരി. എന്നിട്ട് ചോദിച്ചു, പിന്നെ എന്താ എന്നെ കൊല്ലാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ വിഷമായിട്ട് ഇങ്ങനെ വന്നപ്പോഴേ, നിന്റെ തൊട്ടിലേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോഴേ നീ ഇതേപോലെ ഒരു ചിരി ചിരിച്ചു. എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി ചിരിച്ച് കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാടാ കൊല്ലുക? കൊല്ലാൻ തോന്നിയില്ല എൻ്റെ കുട്ടിയെ. നിനക്കൊരു കാര്യം അറിയോ, നിന്റെ ആ ചിരിയാണ് എന്നെയും നിന്നെയും ഇന്നും ജീവിച്ചിരിക്കാൻ കാരണമാക്കിയിട്ടുള്ളത്. നിന്റെ ആ ചിരി കാരണമാണ് ഞാനും എൻ്റെ മോനും എപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന്. ആ മോന് ഇന്ന് ആരാന്നറിയോ നിങ്ങൾ? 4 ഭാഷകളിൽ 400ഓളം സിനിമകളിൽ അസാധാരണമായ മെയ്വഴക്കം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രകാശ് രാജ് എന്ന അഭിനേതാവാണ് ഇന്ന് ആ കുഞ്ഞ്. പടച്ചോൻ്റെ ഒരു കിതാബുണ്ട്, ഒരു വിധിയുടെ പുസ്തകമുണ്ട്. വിധിയുടെ ഒരു പുസ്തകം. അതിലെന്തൊക്കെയാണ് എഴുതി വച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ഞാൻ അതേപോലെ വായിച്ചൊരു സംഭവമുണ്ട്. തമിഴ്നാട്ടിൽ ഉള്ള ഒരു ആളാണ്. അദ്ദേഹം ജീവിക്കുന്നത് കേരളത്തിലാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അവനൊരു 18-19 വയസ്സുള്ള സമയത്ത് അവൻ്റെ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അച്ഛനും അമ്മയും ഒരു ദിവസം വഴക്ക് കൂടിയാൽ പോലും ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും പോയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം അവൻ തീരുമാനിച്ചു, ഞാനും പോവാം. അവന് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അന്ന് അവന് കാസർഗോഡാണ്.
കാസർഗോഡ് കുമ്പളയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു, റെയിൽവേ പാളത്തിൽ തലവെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പാളത്തിൽ ഇങ്ങനെ തലവെച്ച് കിടന്നു, പാളത്തിൽ തലവെച്ച് കിടന്നു. അപ്പം കണ്ണിങ്ങനെ തുറന്നിട്ടാണ് അവൻ കിടക്കണത്. അപ്പം കുറച്ചപ്പുറത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അപ്പം അവനിങ്ങനെ നോക്കുമ്പോൾ ആ തിളക്കം കണ്ടപ്പോൾ അവനൊരു കൗതുകം. അങ്ങനെ എണീറ്റിട്ട് അതെന്താണ് എന്ന് ചെന്ന് നോക്കി, തിളങ്ങണത് എന്താണെന്ന് അറിയാൻ വേണ്ടി എണീച്ചു. എന്നിട്ട് ചെന്ന് നോക്കി. അപ്പം അതെന്താണെന്നറിയോ? അതൊരു പുഴുവാ, പുഴു. അതൊരു പുഴുവാണ്, ഒരത്ഭുതമൊന്നുമില്ല. പക്ഷെ അത് കണ്ടതിന് ശേഷം അവൻ ആ പാളത്തിൽ കിടക്കാൻ കഴിയണില്ല. അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ ചോദിക്കുക, എടാ, ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് ഈ ലോകത്തുനിന്ന് പോണത്, നീയോ? ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് ഈ ലോകത്ത് നിന്ന് പോണത്, നീയോ? നീ ഇപ്പം എന്താ ചെയ്യാൻ പോണേ? ആ ഒരൊറ്റ ഉള്ളിൽ നിന്നുള്ളൊരു വിളി ഉണ്ടല്ലോ, ഉള്ളിൽ നിന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം കാരണം അയാൾ ആത്മഹത്യ ചെയ്യാതെ ആ പാളത്തിൽ നിന്ന് എണീറ്റ് നടന്നു. എണീറ്റ് നടന്നതൊരു ചരിത്രത്തിലേക്കാണ്. മഹാഭാരതത്തെക്കുറിച്ച് 4000 പേജുള്ള പുസ്തകം എഴുതി കഴിഞ്ഞ ഒരാളെ കുറിച്ചാണ് പറയണത്. 4000 പേജുള്ള പുസ്തകം, ഒരൊറ്റ മനുഷ്യൻ. 100 കണക്കിന് പുസ്തകങ്ങൾ വേറെയും എഴുതി കഴിഞ്ഞ ഒരാളാണെന്ന്. ബി ജയമോഹൻ എന്നാണ് അതിൻ്റെ പേര്. റെയിൽവേ പാളത്തിൽ ചെതറേണ്ട ശരീരമായിരുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും ശമ്പളം വാങ്ങുന്ന എഴുത്തുകാരനാണ്. എന്തിരൻ, പൊന്നിയൻ സെൽവൻ പോലെയുള്ള വലിയ ചിത്രങ്ങളുണ്ട്, അതൊക്കെ എഴുതിയ ആളാണ്. രജനീകാന്തും കമൽഹാസനും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ പറഞ്ഞിട്ട് വരണം, കയറി വരാൻ പറ്റൂല. അത്രയും വിലപിടിപ്പുള്ള വിരൽത്തുമ്പുകളുടെ മനുഷ്യനാണ് ഇന്ന് ബി ജയമോഹൻ. ഞാൻ പറഞ്ഞത് ഇതാണ്, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഈശ്വരൻ ഉണ്ടാക്കി വെക്കണ ഒരു വിധിയുടെ പുസ്തകമുണ്ട്. നമുക്കറിയില്ല അതെന്തായിരിക്കുമെന്ന്. നമ്മുടെ ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ളത് എങ്ങനെയാണ്? ഒരു വരയും മുകളിലൊരു കുത്തും കൊടുക്കും, അല്ലേ? ഒരു വരയും മുകളിലൊരു കുത്തും കൊടുക്കും, ഐ. അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു അത്ഭുതമില്ല, ഇല്ലല്ലോ? എന്നാൽ അതിങ്ങനെ തിരിച്ചിട്ടാലോ, അതൊന്നിങ്ങനെ തിരിച്ചിടുമ്പോഴോ നമ്മളതിന് അത്ഭുതം എന്നാ പറയുക. ഓരോ ഐയുടെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്ന ഒരത്ഭുതമുണ്ട്. ഓരോ ഐയുടെ ഉള്ളിലും, ഐ മീൻസ് ഇൻഡിവിജ്വൽ, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന ഒരത്ഭുതമുണ്ട്. ആ അത്ഭുതം തിരിച്ചറിയാതെ പോയ മനുഷ്യരാണ് ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും. ഉള്ളിൽ എന്തുണ്ട് എന്ന് അറിയാതെ പോയ മനുഷ്യരാണ്. സത്യത്തിലൊരു വിദ്യാലയം എന്ന് പറയുമ്പോൾ എന്തിനാണൊരു വിദ്യാലയം? എന്നാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലേ? പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. പാഠപുസ്തകത്തിന് അപ്പുറത്തുള്ള എന്തോ ഒന്ന് കിട്ടാനുള്ളതാണ് വിദ്യാലയം. പാഠപുസ്തകത്തിൻ്റെ അപ്പുറത്തുള്ളത് എന്തോ കിട്ടാനുള്ളതാണ്. അവർ ജീവിക്കുന്നൊരു സമൂഹമുണ്ട്. എല്ലാ മതസമൂഹങ്ങളുമുള്ള, എല്ലാ സംസ്കാരങ്ങളുള്ള, എല്ലാ ആഘോഷങ്ങളുമുള്ള, വ്യത്യസ്തതകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. ആ വ്യത്യസ്തതകൾ അവരറിയണം. അതവരറിയാതെ പോയാൽ അവർ ജീവിക്കുന്നൊരു സമൂഹത്തെ അവരറിയാതെ പോകും. നമ്മുടെ മോന് 4ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു സ്കൂളിലായിരുന്നു. ആ സ്കൂളിൽ അവൻ്റെ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ കാണുള്ളൂ. അവൻ്റെ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം കാണും. അവൻ്റെ മതത്തിലെ അതേ ആഘോഷങ്ങൾ മാത്രം കാണും, വേറൊന്നും കാണില്ല. ആ ഇടയ്ക്കാണ് നമ്മളൊരു കവിത വായിച്ചത്. ഒരു
കവിത ഇങ്ങനെയാണ്: അവൻ്റെ മകനും മകളും വിവേകാനന്ദ വിദ്യാഭവനിൽ, എൻ്റെ മകൾ സെൻറ് തോമ ഇംഗ്ലീഷ് സ്കൂളിൽ, നിന്റെ മകനും മകളും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ. ആയില്ലേ? ഒരേ ബെഞ്ചിലിരുന്ന്, ഒരു പാഠപുസ്തകം പങ്കിട്ട്, ഒരേ വിശപ്പ് വായിച്ച്, നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ സ്കൂള് ഇപ്പോഴും അവിടെ ഉണ്ട്. നമ്മുടെ അച്ഛനമ്മമാരെ പോലെയുള്ള ആളുകളുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരിക്കൽ നമ്മുടെ മക്കൾ കുരിശും വാളും തൃശൂലവുമായി പോരിനിറങ്ങുമ്പോൾ നടുക്കു വീണ് തടുക്കുവാൻ അവരെങ്കിലും മിടുക്കരാകട്ടെ. പണ്ട് നാരായണ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന, സഹോദരന്മാരെ പോലെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അത് അദ്ദേഹം പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നറിയോ? നമ്മുടെ വിദ്യാലയങ്ങളെ ചൂണ്ടിയിട്ടായിരുന്നു. എന്ന് പറയാൻ കഴിയുമോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് നമ്മുടെ വിദ്യാലയങ്ങളെ ചൂണ്ടിയിട്ട് പറയാൻ കഴിയുമോ? പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വിദ്യാലയങ്ങൾ മാറി. ഓരോരുത്തർക്കും അവരവരുടേതായ സമൂഹങ്ങളെ, സംസ്കാരങ്ങളെ, ആഘോഷങ്ങളെ, ആചാരങ്ങളെ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറി. അവരല്ലാത്തവരൊന്നും ഒരു കാണാതായി. അതുകൊണ്ടാണ് എത്ര തിരക്കിനിടയിലും KETയിലേക്ക് പാഞ്ഞു വന്നത്. KET ഈ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഈ നാട് മുഴുവനും പടരേണ്ട ഒരു മെസ്സേജാണ്. ഈ നാട് മുഴുവനും വ്യാപിക്കേണ്ട ഒരു മെസ്സേജാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും പൂമ്പാറ്റകളെ പോലെ പാറി നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഇടങ്ങളാണ് ഇന്ന് വ്യാപിക്കേണ്ടത്. അതിന് പറ്റുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളുള്ള ആളുകളാണ് KETയുടെ പിന്നിലുള്ളത് എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വന്നിട്ടുള്ളത്. KETക്ക് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് റിയാസ് ഭായി, മൂസ ഡോക്ടർ, പ്രിൻസിപ്പൽ മാഡം, ജസ്ല മാഡം, ഇങ്ങനെ ഇതിൻ്റെ പിന്നിലുള്ള ഓരോ ആളുകൾക്കും രക്ഷിതാക്കൾക്കും എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, sir, for your valuable and motivating speech. Now, it's time to honor our chief guest with a memento. I request our Honorable Chairman, Dr. Moses, to present the memento in the presence of other dignitaries.
Thank you all. അല്ല, ഞാൻ നമ്മുടെ സാധാരണ സ്കൂളുകളിലൊക്കെ പോയാൽ വലിയൊരു ഫലകം തരും. ഈ ഫലകം വെച്ച് 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 നമ്മുടെ ചെറിയൊരു വീടാണ്, അത് വെക്കാൻ സ്ഥലമില്ലാതായി. ശരിക്കും പറഞ്ഞാൽ വേറൊരാൾക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ, ഇത് നമ്മുടെ പേരൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഈ ചെടി കണ്ടപ്പോൾ ആലോചിച്ചത് എന്താണെന്നറിയോ, ഒരു ചെടി വളരണമെങ്കിൽ ഈ പോട്ടുണ്ടായാൽ പോരാ, ഈ മണ്ണുണ്ടായാലും പോരാ, ഇത് വളരാനൊരു എക്കോ സിസ്റ്റം വേണം അല്ലേ? ഇതേപോലെയാണ് ഒരു കുഞ്ഞ് വളരണമെങ്കിലും ആ കുഞ്ഞിനൊരു എക്കോ സിസ്റ്റം വേണം. ആ എക്കോ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് സമാധാനം. ശരിക്കും ഒരു കുഞ്ഞിന് അത് മാത്രം മതി. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടായാൽ മതി. നമ്മുടെ കുട്ടികൾ ഭംഗിയായിട്ട് വളരും. അതിനെന്താ വേണ്ടത്? സമാധാനം കൈമാറുന്ന മനുഷ്യന്മാർ വേണം. നമ്മുടെ പഴയൊരു പാട്ടുണ്ട്, ബന്ധുവാര് ശത്രുവാര് എന്നൊരു പഴയ പാട്ടുണ്ട്. അതിലൊരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരിക. ഒരു വീട് കാണുമ്പോൾ നമ്മളതിന് എത്ര നിലയുണ്ട് എന്ന് നോക്കൂലേ? എത്ര നിലയുണ്ട്, എത്ര ഫ്ലോർ ഉണ്ട് എന്ന് നോക്കൂലേ? അതിനെക്കുറിച്ചാണ് പറയണത്. നിലകൾ എണ്ണുവതിൽ കഥയെന്ത് പൊരുളെന്ത്. എത്ര നിലയൊക്കെ ഉണ്ട് നോക്കണതിൽ എന്തർത്ഥമാണുള്ളത്? എന്നിട്ട് അടുത്ത വരിയാണ്, ഹൃദയലയം കാണും കുടിലേ മണിമാളിക. ഹൃദയലയം കാണും കുടിലേ മണിമാളിക. തൊട്ടടുത്തുള്ള മനുഷ്യൻ്റെ ഹൃദയം കാണുന്ന കുടിലില്ലേ, കുടില്, ആ കുടിലാണ് മണിമാളിക. അതാണ് എക്കോ സിസ്റ്റം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമുള്ള ഒരു എക്കോ സിസ്റ്റം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you all. Ghafoor sir, please be on stage. Other dignitaries can take their seats. Now comes the most awaited segment, the prize distribution ceremony. അതെ, KET അതിന്റെ വളർച്ചയുടെ ഓരോ പടവുകളിലും അനിഷേധ്യമായ സ്ഥാനം വഹിക്കുന്നു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങൾ 2025-26 അധ്യയന വർഷത്തിൽ പല മേഖലകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ കൈവരിച്ച അഭിമാനാർഹമായ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് സഹോദയ സ്റ്റേറ്റ് കലോത്സവ വിജയികൾ, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ് മേഖലകളിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ ഓൾ കേരള ക്രിക്കറ്റ് ടീം അംഗങ്ങൾ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ടീം അംഗങ്ങൾ, കൂടാതെ മറ്റ് പ്രൊഫഷൻസി അവാർഡുകൾ, സേവനബോധവും അർപ്പണ മനോഭാവവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ദിശാബോധമുള്ള വിദ്യാഭ്യാസത്തിലൂടെ ദേശത്തിനും സമൂഹത്തിനും മാതൃകയാവാൻ കഴിഞ്ഞ HSD രാജ്യ പുരസ്കാർ ജേതാക്കൾ, പ്രസ്തുത വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണത്തിലേക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ സാഭിമാനം ക്ഷണിക്കുകയാണ്. I invite our chief guest to present the awards. വടകര സഹോദയ KG Fest Group Dance Third Prize Winners. Participants are Ira Prince, Alia AS, Dhudi Lakshmi, Ishani AS, Amiga VJ, Vamiga RV and Adi Lakshmi. Next, let me invite Adviga Rahul for Vadagara Sahodaya Storytelling English, second prize.
Next, I would like to invite Adviga Rahul for Vadagara Sahodaya, Storytelling English, second prize with A grade. Outstanding performance of last year 10th batch 2024 and 25 Raban Riaz, Muhammad Lami, Aman Ranosh, Rayani K, Fasvi Amin, Azaf Fatima, Sadullah Ibn, Razin Shiab, Sufyan Ahmad. Next, I would like to welcome Full Attendance Excellence Awards of 2024-25 goes to Raban Riaz. Sahodaya state level winners Abhirami Vijay secured CBSE state Kalolso Bharatanatyam category 3 with A grade. CBSE state Kalolso Kuchipudi category 3 secured A grade. Let me invite Sasha Yezes for CBSE state Kalolso folk dance categories 2 secured A grade. Next, Bharja Ismail, CBSE State Kalolso Arabic Recitation Category 2, secured A grade. All Kerala Cricket Association selected to district cricket team. Next, HSG Rajya Puraskar Awards. Ayush Dev, Nia Fatima, Hanoon Rafat.
HSG Nasha Mukta Kerala Campaign State Level Painting Competition. Third prize goes to Sasha T. HSG Nasha Mukta Kerala Campaign State Level Painting Competition. Third prize goes to Sasha Chi. HSD Swarna Kiran State Topper Nihariya Lakshmi. Now I invite Dr. Sri Musa sir for the prize distribution. Sir, please. Max Olympiad winners Aisa Munawar Ali gold medal winner, Rishikesh N silver medal gold winner, Muhammad Aman bronze medal winner, Aman Hamis bronze medal winner, Shravan Krishna bronze medal winner, and Kaushik KP bronze medal winner. Next, UMA Martial Arts Kung Fu Black Belt winner is Mina Sulfika. Now I invite Mr. T.K. Mohandas sir to hand over the prize. All India Football Tournament first runners up under 12. Anfas Adam, best defender and also selected to the PFC Kerala Academy team, securing first rank in Kerala. Please give a big round of applause. Rayan bin Razil, player of the match and also selected to the PFC Kerala Academy team, securing first rank in Kerala. Muhammad Fizan, Muhammad Zain, Zemin Sheviz, Amanveer Sumitran, Ishwan Muhammad Ike, Zian Ibrahim. Now I request PMA Ghafoor sir to hand over the prize. All India Football Federation selected to the PFC Kerala Academy team. Muhammad Fizan selected to the PFC Kerala Academy and also Vadagara Sahodi under 14 football best player.
Zemin Shivis, Vadagara Sahodhi under 12 football best player. All Kerala Academic League Future Talent Cup first runners up in under 12, Zemin Shivis, Muhammad Vizam, Muhammad Zain, Muhammad Rayan bin Razal, Muhammad Radin, Hadif Milan, Abdurrahman Zavir, Maiz bin Ali and Ziad Ibrahim. Vadagara Sahodhi under 12 best keeper, Maiz bin Ali. Now I invite Dr. Shahjahan, Sir KET Director Board Member, to hand over the prize. Proficiency Awards of 2024 and 25. From LKG, Yuan Faiz. Please give a big round of applause for KET. UKG Athavya Vijesh. From first standard, Atmika Latish. From second standard, Aisa Ajinas AP. From third standard, Aisa Munawar Ali. From fourth standard, Srinidhi SN. From fifth standard, Atmaj Krishna. Mehaja Ismail from 6th standard. From 7th standard, Vaiga Suresh. From 8th standard, Ivana Ravin. From 9th standard, Alisha Muhammad Shakir. And next, Vadagara Sahodhi Football Championship under 12 champions are Maiz bin Ali, Sani Shabir, Aman Abdullah, Ayman Suhail, Muhammad Razi, Muhammad Bilal, Muhammad Riyan, Muhammad Zahir,
Muhammad Amin Rabil, Hamdan Hadi, Azim Razi, Zamin Hamish, Zamin Shivas, Ayman Muhammad, Abdul Rahman Safir, Muhammad G and Hami Mubarak. Please give a big round of applause. We need your support. Now, I request PMA Ghafoor sir to hand over the next award. Vadagara Sahodaya Under 14 Football Champions 2025-26. Arnav Krishna, Izam Sohail, Ayan Muravanari, Zamin Abdullah, Muhammad Fizan, Muhammad Zamin, Sahal Zanin, Anway Sumitran, Hadif Midun, Muhammad Riyan bin Razil, Amar Ahmad, Muhammad Shanzaz, Muhammad Nafinzaz, Muhammad Nafinshah, Muhammad Hayan Razul, Ishan Muhammad, Muhammad Zain and Amar Moido. Next, I would welcome Vadagara Sahodaya Kho Championship 2025-26 Under 14 Girls Second Runners Up. Fatima Minha Moidu, Jaza Fatima, Fatima bint Hidash, Saiduna O, Aisha Batul, Sasha Chi, Shasa Fatima, Zana Fatima, Mina Sulfikar, Dana Minha Munir, Hanfa Sherin and Leah Fatima. Next, I would like to welcome Vadagara Sahodaya Kho Championship 2025-26 Under 14 Boys. First runners up, Muhammad Shamjaz KP, Zam Suhail, Muhammad Faizan, Muhammad Zamin Yamin Abdullah, Bana Ahmad Arna Vijesh, Muhammad Radin, Ayan Munawar Ali, Afnaz Adam, Muhammad Ahilan Shahul Zamin.
Next, I would like to welcome Vadagara Sahodaya Kho Championship 2025-26 under 12 boys. First runners-up, Muhammad G. Zamir Shivaz Mehiz Bin Ali, Ayman Muhammad, Muhammad Anshid Thiye, Abdurrahman Zain, Hamdan Hadi, Ayman Suhail, Azim Razi, Zamin Hamiz, and Muhammad Rabban. Vadagara Sahodaya Badminton under 19 doubles bronze medal boys Hadi Aman S and Hamis MK. Please give a big round of applause. Vadagara Sahodaya Badminton under 19 doubles bronze medal boys Hadi Aman S and Hamis MK. Please give a big round of applause. Under 12 mixed doubles bronze medal Mais Bin Ali is and Luna R. Come on everybody, please give a big round of applause. Under 14 doubles girls bronze medal Dana and Hana Fatima. Under 16 doubles girls bronze medal winner Shaiza Sharin and Faiha Mehrin. Come on. Everybody, please give a big round of applause. Under 19 singles boys bronze medal winner Hadi Aman. Under 14 singles girls bronze medal winner is Nisha Siraujuddin. Under 14 singles girls bronze medal winner is Nisha Siraujuddin. Under 14 mixed double silver medal winner is Amanyuai Sumitran and Nisha. Individual champions of 2025-26 from first standard Muhammad Ibn Faisal, Aira Akhilesh, Janvi Naveen. From second standard Ahmad Fadil T, Fatima Jaza Ain. From third standard, Jameen Rahman, Zamamaiz.
From 4th and 5th standard, Muhammad Ahil and Aisha Angela. From 6th and 7th standard, Izan Zuhail and Fatima Fahmi Saiba. From 8th and 9th standard, Rayan Ahmad Latif and Shafa Sharif. Overall arts performance, the first runners-up is Red House. Let me invite Red House Captain Ayan Munawar Ali and Vice Captain Marja Ismail, House Mistress Vinisha Ma'am to the stage. Overall sports, the first runner-up is our greenhouse. Let me invite our captain Muhammad Afnan. Thank you so much all. ശ്രീ ടി കെ മോഹൻദാസ് സാറിനെ ഈ വൈകിയ വേളയിൽ ആശംസകൾ അർപ്പിക്കാൻ 2 വാക്ക് സംസാരിക്കുവാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. പ്രിയമുള്ളവരെ, വളരെ ഇമോഷണലായി നമ്മളെ എല്ലാം മനസ്സിൽ ആഴത്തിൽ പതിയുന്ന രൂപത്തിൽ ഇവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് നടന്നതിന് ശേഷം ഇനി വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. KET എന്ന 3 അക്ഷരത്തിൽ കുറ്റ്യാടിക്കാകെ അഭിമാനകരമായി നിലകൊള്ളുന്ന നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. നമ്മുടെ മക്കൾ കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും മുന്നോട്ട് പോകട്ടെ. അതിനുള്ള അവസരങ്ങൾ ഒരുക്കാൻ KETയുടെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാഫും അതേപോലെ തന്നെ രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം ഒത്തുചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാപനത്തിന് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യാൻ കഴിയുന്നതെല്ലാം മാക്സിമം ചെയ്യാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ കലോത്സവത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാ ആശംസകളും നമ്മുടെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ എല്ലാ മക്കൾക്കും അതേപോലെ ഇവിടെ പെർഫോമൻസ് നടത്തുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. Thank you, sir. Thank you so much for your words. Let us invite the Best Teacher Award winner to the stage,
Mr. P.K. Nawaz, sir. So please welcome. ഒറ്റ വാക്ക്. ഡോക്ടർ ഷാജഹാൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു, 1997 കായക്കൊടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈ ഡിസ്റ്റിങ്ഷൻ നേടിയ കുട്ടിയായിരുന്നു ഞാൻ. 500-ലധികം മാർക്ക്. എനിക്ക് കിട്ടിയത് ഒരു പെൻസിലും 500 രൂപയും. KET എന്തൊരു സൗന്ദര്യമാണ് ഈ അക്ഷരദീപ്തിക്ക്. മക്കളെ ചേർത്ത് പിടിച്ചുള്ള പ്രയാണം അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെന്നിട്ട് ഭൂമിയെ നോക്കുന്നുണ്ട്. അവർ പറഞ്ഞത് അതിരുകളില്ലാത്ത ഭൂമിയെ ഞാൻ കണ്ടു എന്നാണ്. കൂട്ടരെ, അതിരുകളില്ലാത്ത ഭൂമി സൃഷ്ടിക്കുന്നവരുടെ പേരാണ് കുറ്റ്യാടി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന് ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എല്ലാ വിഭാഗം കുട്ടികളും ചേർന്ന് ഇങ്ങനെ ഒരു പൊതുവിദ്യാലയത്തെ എവിടെ നമുക്ക് അടയാളപ്പെടുത്താനാവും? കുട്ടികളെ വാനോളം പ്രകാശിപ്പിക്കാൻ ഈ വിദ്യാലയം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് താരതമ്യമില്ല. തീർച്ചയായും ഈ നാട് കൂടി ഉണ്ടാവണം. ലോകത്തിന് തന്നെ മാതൃകയാവുന്ന മക്കളെ ചേർത്ത് പിടിച്ച് ജ്വലിപ്പിച്ച് കൊണ്ടുവരുമെന്നാണ് ഈ കാഴ്ചകളൊക്കെ നമ്മളോട് പറയുന്നത്. 1000 കടക്കുന്നു KETയുടെ അഡ്മിഷൻ. അത് ഈ നാട് നൽകിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ്. അക്കാഡമിക് രംഗത്ത് KET നടത്തുന്ന യാഗാശ്വത്തിൻ്റെ നേർക്കാഴ്ചയാണ് 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയമായി ഈ മേഖലയിലെ ഏറ്റവും വലിയ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായി KET മാറിയിരിക്കുന്നു എന്നത് കൂടെയുണ്ടാവണം. എല്ലാ അർത്ഥത്തിലും മക്കൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും 1000 അഭിവാദ്യങ്ങൾ. Thank you so much, sir, for your inspiring words. As we near the conclusion of the formal function, it's time to express our heartfelt gratitude. May I invite Mr. Sawad, sir, our staff secretary, to propose a vote of thanks. Sir, please. A very good evening to one and all present here. Respected Chief Guest of the Day, PM Gafoor sir, our Chairman Dr. Musa sir, General Secretary Engineer T.K. Riyaz sir, beloved Principal K.R.M. Sujata ma'am, Administrative Officer Jasla ma'am, our Manager Hamid sir Khalot, my beloved distinguished guests on and off the dais, beloved parents, teaching and non-teaching staff, my dear little ones. We all are in a festive mood as we are celebrating 30th annual day of KET Public School, which is the first and most CBSE school in Kuchadi region. As I am standing in front of you, my heart filled with immense pleasure and joy. This is the time to propose vote of thanks. First of all, let me extend my heartfelt thanks to our beloved Chief Guest PM Gafoor sir, who had inspired us with his words of wisdom. Sir, on behalf of KET family, I extend my heartfelt thanks and congratulations to you. Sir, your presence is a valuable one today for Kuchadi community. I also extend my heartfelt thanks to our chairman, Dr. Musa sir, General Secretary Engineer T.K. Riyaz sir, Principal Sujata ma'am, and Administrative Officer Jasla ma'am, and our Manager Hamid sir, and the dignitaries on and off the dais for their presence. My deepest thanks and word of appreciation to all my parents, well-wishers,
teaching and non-teaching staff, and all the media and publicity team, light and sound team, and all and each and everyone whose presence is made this evening a wonderful one. Once again, on behalf of KET family, I extend my heartfelt thanks and words of appreciation to all of you to coming here to make this event a wonderful one, and I wish you a very good hours ahead. Thank you. Thanks a lot. Jai Hind. Thank you so much, Sawad sir, for those warm and heartfelt words. Ladies and gentlemen, the formal inaugural ceremony comes to an end, but the celebration continues. The cultural extravaganza is about to begin. Sit back, relax, and enjoy the show. സഹൃദയരെ, സമയ സൂചിക അലിഞ്ഞില്ലാതാവുകയാണ്. ഭാവരാഗ താളലയങ്ങളിലൂടെ ഇന്നത്തെ ദിവസം നാം അനശ്വര മുഹൂർത്തമാക്കി മാറ്റി. വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയാത്ത ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ സാംസ്കാരിക പരിപാടികൾ ഇവിടെ പൂർണ്ണമാവുമ്പോൾ മഞ്ചീര ധ്വനികൾക്ക് ചടുല താളങ്ങളുമായി വീണ്ടും അരങ്ങുണരുകയാണ്. വേദിയിൽ നിങ്ങൾ കാത്തിരിക്കുന്നു വ്യത്യസ്ത നൃത്യങ്ങൾ. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു ATM കാർഡ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. എത്രയും വേഗം മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു ATM കാർഡ് നഷ്ടപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയും വേഗം മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. Under 14 ബാഡ്മിന്റൺ ജേതാവ് ഹന ഫാത്തിമക്കുള്ള ബ്രോൺസ് മെഡൽ സ്റ്റേജിൽ വെച്ച് കൈമാറുന്നു. നൽകുന്നതിന് വേണ്ടി നമ്മുടെ മാനേജർ ഹമീദ് സാറിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹനയെയും സാദരം ക്ഷണിക്കുന്നു. Thank you, sir. Thank you so much. A very good evening to our respected dignitaries, teachers, dear parents, and my lovely friends. We are extremely happy to welcome you all to this wonderful and Yes, indeed. The wait is finally over. Our stage is all set, our performers are ready, and we all know our parents are eagerly waiting to witness a tremendous show prepared with love and dedication. To begin this wonderful evening on an auspicious evening and energetic note, we have a special welcome dance that reflects rhythm, grace, and tradition. The dance you are about to witness is Aditi Nritya, a beautiful blend of movement and expression, prepared to welcome our gathering with positivity and joy. Let us invite our talented students to set the stage on fire with a vibrant performance. Ladies and gentlemen, please put your hands together and enjoy the dance Aditi Nritya. ഇന്നത്തെ ഈ സുവർണ സന്ധ്യയിൽ തിളങ്ങുന്ന എക്സലൻഷ്യ 26 എന്ന ഈ ആഘോഷ സന്ധ്യയിലേക്ക് ഇവിടെ സന്നിഹിതരായ എല്ലാ മാന്യരായ രക്ഷിതാക്കളെയും
പ്രിയപ്പെട്ട അതിഥികളെയും കലാസ്വാദകരായ സുമനസ്സുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.